നമസ്കാരം. മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ 4th ജനറേഷൻ അൺവീൽ ചെയ്യാൻ പോവുകയാണ്. ഈ മാസം 9-ാം തീയതി ഈ ഒരു വാഹനം അൺവീൽ ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഡീലർഷിപ്പുകളിൽ ഈ ഒരു വാഹനം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് എൻഡ് ആണെന്നുണ്ടെങ്കിലും ബേസ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഡീലർഷിപ്പിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 11,000 രൂപ കൊടുത്താൽ ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാം. ഇത് ക്ലിയർ ആയിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. കാരണം നമ്മുടെ മനസ്സിലൊരു ആങ്സൈറ്റി ഉണ്ടാകും. ഇത് ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യാൻ പോകുന്ന ഒരു വാഹനമാണ്. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ക്യൂ നിൽക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ബുക്ക് ചെയ്താൽ നമുക്ക് ഉടനെ വാഹനം കിട്ടും എന്നൊരു മൈൻഡ് സെറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാഹനം വേർത്താണോ, നല്ലതാണോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വാഹനം പുറത്തിറങ്ങിയതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷം വാങ്ങുന്നതല്ലേ നല്ലത്. ഞാൻ പേഴ്സണലി ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മളൊരു വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യണം. അതുണ്ടാക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സിംഹഭാഗവും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നൊരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും വാഹനം, ഞാൻ എല്ലാവരോടും പറയേണ്ട, വളരെ ഹമ്പിളായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, വാഹനം വന്ന് അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിന് എന്താണെന്ന് നേരിട്ട് കണ്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക. അല്ല ചാടിക്കയറി ഒരു 14,000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് വണ്ടി വന്ന് ഉടനെ നമുക്ക് ആ വണ്ടി കിട്ടണം, അല്ലെങ്കിൽ ആ വണ്ടി എടുത്തതിന് ശേഷമാണ് ആ വണ്ടിയുടെ നെഗറ്റീവൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതുണ്ടെങ്കിൽ സാധാരണക്കാരനായ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒറ്റയടിക്ക് പണം പോകുന്ന ഒരു മേഖലയാണ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് 4th ജനറേഷൻ്റെ ബേസ് മോഡലിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡലിൻ്റെ പിക്ചേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. LXi എന്ന് പറയുന്ന മോഡലിനെയാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. റിവ്യൂ എന്നൊന്നും പറയാൻ കഴിയില്ല, വാഹനത്തിൻ്റെ പിക്ചർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ വാഹനത്തെ വിശകലനം ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, വൈറ്റ് നിറത്തിലുള്ള ഒരു വാഹനത്തിൻ്റെ പിക്ചറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബേസ് മോഡലാണ്. നമുക്കറിയാം, യൂറോപ്പിലൊക്കെ ഇറങ്ങിയിട്ടുള്ള വാഹനം അല്ലെങ്കിൽ ജപ്പാനിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഈ സെയിം വാഹനത്തിന് ഫോഗ് ലാമ്പ് ഇല്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇവിടെ ഫോഗ് ലാമ്പിന് ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. എയർ വേരിയൻറ്റുകളായിട്ടുള്ള ZXi പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിലൊക്കെ ഈ പറയുന്ന ഫോഗ് ലാമ്പ് ഉണ്ടായിരിക്കും. VXiയിൽ തന്നെ കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ LXi എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിൽ ഫോഗ് ലാമ്പ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. എന്നാലും ഒരു അഭംഗിയൊന്നുമില്ല. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഗ്രില്ലാണോ എന്ന് നമുക്ക് ഈ ഒരു പിക്ചറിൽ കണ്ടാൽ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. എന്തായാലും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിൽ തന്നെയായിരിക്കും ബേസ് വേരിയൻ്റ് ഒക്കെ വരാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഹെഡ്ലൈറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. DRLs നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് വലിയൊരു പോസിറ്റീവ് സൈഡാണ്. കാരണം നമ്മൾ ഈ ഇത്തരം ബേസ് വേരിയൻറ്റുകളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് സാധാരണ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് അല്ലാത്ത നോർമൽ ഹെഡ്ലൈറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ വണ്ടി കാണുമ്പോഴേ അറിയാൻ കഴിയും ഇതൊരു ബേസ് മോഡലാണ് എന്ന് കരുതി അത് പ്രാക്ടിക്കലി മോശമാണ് എന്നുള്ള രീതിക്കല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ നല്ല ഹെഡ്ലൈറ്റുകൾ പ്രൊജക്റ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് LED ആണോ എന്നാണ് ഇനി അറിയാനുള്ളത്. കാരണം LED ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. ട്രസ്റ്റ് മീ, പ്രാക്ടിക്കലി ഹാലജൻ ഹെഡ് ലാമ്പുകൾ തന്നെയാണ് നല്ലത്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഈ ഹാലജൻ എന്ന് പറയുന്ന ഒരു അരണ്ട മഞ്ഞ വെളിച്ചം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഉപകാരത്തിൽ വരുന്ന ഒരു ഹെഡ്ലൈറ്റുകളാണ്. LED എന്ന് പറയുന്നത് നല്ല തൂവെള്ള നിറത്തിലുള്ള വെളിച്ചമാണ് നൽകുന്നത്. പക്ഷേ അത് കാണാനൊക്കെ കുറച്ച് ഭംഗിയുണ്ടെന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി നമുക്ക് ഉപകാരപ്പെടുന്നത് ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റുകളാണ്. അപ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ആണ്, അത് ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. ഇനി DRLs വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. DRLs അവിടെ കണ്ടിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു വിശ്വാസം വെച്ചിട്ട് DRLs എന്തായാലും കൊടുക്കും എന്നുള്ളതാണ്. DRLs കൊടുക്കും എന്നുള്ളതല്ല, അത് ഫങ്ഷണൽ DRLs തന്നെയായിരിക്കും അവിടെ വരാൻ പോകുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇനി അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു ഫോഗ് ലാമ്പും കൂടെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ഓൾമോസ്റ്റ് പുതിയ, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ അതേ ഒരു ഷേപ്പ് തന്നെ വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 16 ഇഞ്ചിൻ്റെ പ്രിസിഷൻ കട്ട് അലോയ് വീൽസ് വരും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ടോപ്പ് എൻഡിലൊക്കെയാണ് വരാൻ സാധ്യത. എന്നാൽ പോലും ലോവർ വേരിയൻറ്റിൽ ഈ LXi എന്ന് പറയുന്ന വേരിയൻറ്റിലൊക്കെ 15 ഇഞ്ചായിരിക്കും വരുന്നത്. സ്റ്റീൽ റിമ്മാണ്, അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 6,50,000 രൂപയുടെ അടുത്തായിരിക്കും. കാരണം 6 ലക്ഷം രൂപ ഉണ്ടായിരുന്ന സ്വിഫ്റ്റിൻ്റെ 3rd ജനറേഷന് ഒരാഴ്ച മുമ്പാണ് 25,000 രൂപ കൂട്ടിയത്. നമ്മളൊന്ന് കൃത്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ZXi പ്ലസ് ZXi എന്നൊക്കെ പറയുന്ന വേരിയൻറ്റിന് ഓൾമോസ്റ്റ് 30,000 ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർ ഓൾറെഡി പ്രൈസ് കൂട്ടി വെച്ചിരിക്കുകയാണ് ഈ പഴയ മോഡലിന്. എന്നിട്ട് പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ചും പ്രൈസും കൂടെ കൂട്ടി വയ്ക്കും. മൊത്തത്തിൽ ഇവർ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പണമുണ്ടാക്കണം എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്.
6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാരുതിയുടെ സ്വിഫ്റ്റ്, എക്സ്പെഷ്യലി മാരുതിയുടെ കാറുകളെല്ലാം ഈ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ഇതൊരു നല്ല സൈനായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഞാനൊരു അൺബയാസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കൊരു വാഹനത്തോടും അല്ലെങ്കിൽ ഒരു വാഹന നിർമ്മാണ കമ്പനിയോടും ഒരു ചായ്വൊന്നുമില്ല. കാരണം നമ്മുടെ ചാനൽ വളരെ ചെറിയ ചാനലാണ്. ഇനി എത്ര വലിയ ചാനലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. കാരണം അവർ മുടക്കുന്ന പണം എന്ന് പറയുന്നത് അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സാക്രിഫൈസ് ചെയ്തുണ്ടാക്കുന്ന പണമാണ്. ഒരു രൂപ പോലും പാഴായി പോകരുത്. ഒരു വാഹനം എടുത്തിട്ട് ഒരാളും റിഗ്രറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മാനസിക വ്യഥയിലൂടെ ഒന്നും കടന്നു പോകാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മളൊരു വണ്ടി എടുത്തു, ആ വണ്ടി നമ്മുടെ പേരിലായി, ആ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആണ്, നമ്മൾ ഷോറൂമിൽ ചെല്ലുകയോ സർവീസ് സെൻറ്ററിൽ ചെല്ലുകയോ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ബാധ്യതയാണ് നന്നാക്കി എടുക്കുക എന്നുള്ളത്. ഈ വാങ്ങാൻ നേരത്തെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സ്വീകരണമോ അല്ലെങ്കിൽ ചിരിയോ ഒന്നും പിന്നെ ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വണ്ടി വന്നിട്ട് വണ്ടി എടുക്കുക എന്ന് ഞാൻ പറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പം ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകൾ വരുന്നുണ്ടായിരിക്കും. LED DRLs, അത് LED തന്നെ കൊടുക്കാനുള്ള സാധ്യത. കാരണം LEDക്ക് വലിയ കോസ്റ്റ് ഒന്നുമില്ല. കാരണം ഇത്രയും ബൾക്കായിട്ട് വണ്ടി ഉണ്ടാക്കുന്ന ഒരുപാട് പാർട്സ് ലോക്കലൈസ് ആയിട്ട് ഉണ്ടാക്കുന്ന മാരുതി സുസുക്കിയെ പോലുള്ള ഒരു കമ്പനിക്ക് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള LX എന്ന് പറയുന്ന വേരിയൻറ്റിൽ DRLs കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ കൊടുക്കാം, തീർച്ചയാണ്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകൾ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഡയമെൻഷൻസ് എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കാര്യം, C-പില്ലറിൽ ഉണ്ടായിരുന്ന ഡോർ ഹാൻഡിൽസ് കൺവെൻഷണൽ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഡോർ ഹാൻഡിലുകൾ ബോഡി കളർഡ് അല്ല. അത് ബോഡി കളർ ആക്കാനായിട്ട് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മൾ ജസ്റ്റ് ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വണ്ടിയെ ഒരു ടോപ്പ് എൻഡിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഫ്രണ്ടിൽ ആ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യുക, വലിയ പ്രൈസ് കാര്യങ്ങളൊന്നുമില്ല. വയർ കട്ട് ചെയ്യാണ്ടിരുന്നാൽ മതി. വാറണ്ടി പോകുമ്പോൾ എന്ന് സംശയമുള്ളവർ ഒരിക്കലും വയർ കട്ട് ചെയ്യരുത്. വയർ കട്ട് ചെയ്യാതെ പ്ലഗ് ടു പ്ലഗ് അല്ലെങ്കിൽ പ്ലഗ് ഇൻ എന്നുള്ള രീതിക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജാപ്പനീസ് സ്പെക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണ് അല്ലെങ്കിൽ യൂറോപ്യൻ സ്പെക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സ്മോക്കി ആയിട്ടുള്ള ടെയിൽ ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയർ വ്യൂ ക്യാമറ അല്ലെങ്കിൽ റിവേഴ്സ് ക്യാമറ അവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം അത് ഒബ്വിയസ്ലി നമുക്കറിയാം. കാരണം ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു മിഡിൽ വേരിയൻറ്റ് മുതലൊക്കെ ആയിരിക്കും ഈ റിവേഴ്സ് ക്യാമറ വരുന്നത്. എന്നാൽ ഇവിടെ റിവേഴ്സ് ക്യാമറ ഇല്ല എന്നുള്ളതാണ്. അതും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എന്തായാലും നമുക്ക് 9 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്രോ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും വരത്തില്ല. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഒരു ഫാബ്രിക് ക്വാളിറ്റിയൊക്കെ ഓൾമോസ്റ്റ് കുറച്ചൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. അത് ബേസ് വേരിയൻറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയറിൽ ഈ ഒരു വാഹനം വളരെ ഇമ്പ്രസീവാണ്. കാരണം ഒന്നാമത് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പാറ്റേണും കാര്യങ്ങളും, അത് മാത്രമല്ല വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അലോയ് വീൽ ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിൻ്റെ ലുക്ക് അപ്പം തന്നെ മാറും. അത് മാത്രമല്ല ഫോഗ് ലാമ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഇനി ബാക്കിൽ നമ്മളൊരു റിവേഴ്സ് ക്യാമറ വെക്കുകയാണ്, ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൂടെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് സഫീഷ്യൻ്റ് ആണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വയർലെസ് ചാർജറോ ഫാൻസി ഫീച്ചേഴ്സ് ആയിട്ടുള്ള മറ്റു പല ഫീച്ചറുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പണത്തിനാണ് നമ്മളൊരു വാഹനം വാങ്ങാവുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ മാനസിക പ്രശ്നത്തിലേക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഇന്നത്തെ ഒരു വാഹന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മളറിയാതെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ മുകളിലേക്ക് ഒരു ലോൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരം നമ്മുടെ തലയിൽ കൊണ്ട് വയ്ക്കുന്നത്. അത് ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വ്ളോഗിൽ അത് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വണ്ടി വരട്ടെ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വണ്ടി എന്തായാലും വരട്ടെ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. വണ്ടിയുടെ പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഉപയോഗത്തിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, വണ്ടി കൊള്ളാം, അല്ലെങ്കിൽ സീറ്റ് പൊസിഷൻ കൊള്ളാം, അല്ലെങ്കിൽ അത് മികച്ച വാഹനമാണ്, ഈ ഒരു വിലയ്ക്ക് കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുക്കുക. അല്ലാതെ ചാടിക്കയറി പോയിട്ട് 11,000 രൂപ എടുക്കുന്നു, നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നു. ഡെലിവറി എടുത്ത് ഓടിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ പ്ലസും മൈനസും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴത്തേക്കും ഒരുപാട് വൈകിപ്പോവും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.